ജാൻമണി വന്ന സമയത്ത് എല്ലാവരും ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അർജുൻ മാത്രം മാറി നിൽക്കുന്നതായിട്ട് കാണാം. ജാൻമണി എല്ലാവരോടും വിശേഷങ്ങൾ ചോദിക്കുന്നു, തമാശകൾ പറയുന്നു. പക്ഷെ അർജുനെ മാത്രം കാര്യമായിട്ട് മൈൻഡില്ല. ജാൻമണി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഋഷിക്ക് ജാൻമണിയോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നോ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഋഷിയുടെ പ്രകടനം. ഇനി പുറത്ത് ജാൻമണി ഋഷിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഋഷി അറിഞ്ഞോ? ജിൻഡോയ്ക്കാണെങ്കിൽ ഒരു പ്രത്യേക സമാധാനം എന്ന ഫീലാണ്. ജാൻമണി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലോകത്തിൻ ഗതി അറിയാതെ എന്ന പാട്ടുമായി ബബ്ബി വരുമെന്നൊക്കെ പറഞ്ഞു. പുറത്തായി കഴിഞ്ഞ് മോഹൻലാലിനോട് 2 ദിവസത്തേക്ക് തിരിച്ചു കയറ്റുമെന്ന് വരെ ജാൻമണി ചോദിച്ചതായി പറഞ്ഞു. എനിക്ക് അറിയത്തില്ല. എല്ലാവരും പുറത്തെ കാര്യങ്ങൾ പലതും ജാൻമണിയോട് ചോദിച്ചു. ജിൻഡോയും ജാസ്മിനുമാണ് ടോപ്പ് 2 എന്ന ക്ലൂ ജാൻമണി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശ്രീതുവിന്റെ അടുത്ത് അർജുനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ശ്രീതുവിന്റെ അടുത്ത് ജാൻമണി പറയുന്ന മുഴുവൻ കാര്യങ്ങളും ലൈവിൽ കാണിച്ചില്ല, കട്ട് ചെയ്ത പോലെയാണ് തോന്നിയത്. രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്താൽ അപ്പൊ തന്നെ കിടന്നുറങ്ങണമെന്ന് ശ്രീതുവിന്റെ അടുത്ത് ജാൻമണി പറഞ്ഞതായി ശ്രീതു അർജുനോട് പറഞ്ഞു. അതുപോലെ ശ്രീതു പുറത്തായാൽ അർജുന് വേറെ കൂട്ട് കിട്ടുമെന്നൊക്കെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു. അർജുനെ പലതവണ ശ്രീതു കുത്തി സംസാരിക്കുന്നുണ്ട്. ജാൻമണി തന്നോട് അധികം സംസാരിക്കുന്നില്ല എന്ന് അർജുൻ ശ്രീതുവിനോട് പറയുന്നുണ്ട്. അർജുൻ ഇപ്പോൾ ലൈവിൽ ആരോടും അധികം മിണ്ടാതെ കറങ്ങി നടക്കുവാണ്.